പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എത്ര പഴകിയ കറ പിടിച്ച ഫ്ലാസ്കും മിനിറ്റുകൾ കൊണ്ട് പുതുപുത്തനാക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പഴക്കമുള്ളൊരു ഫ്ലാസ്കാണ് കേട്ടോ. ഫ്ലാസ്ക് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണല്ലോ അല്ലേ. മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഫ്ലാസ്ക് ഇല്ലാതെ പറ്റില്ല. ചൂടുവെള്ളമാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഒക്കെ പെട്ടെന്നൊന്ന് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്ലാസ്കിൽ തിളപ്പിച്ച് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതാ എൻ്റെ ഫ്ലാസ്കിൽ നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറേ നാളായിട്ട് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഉൾഭാഗവും സൈഡ് ഭാഗവും ഒക്കെ നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കുറേ സമയം തേച്ചുരച്ച് കഴുകുകയൊന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടിപ്സ് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇതാ ഫ്ലാസ്കും മൂടിയൊക്കെ സിങ്കിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്ലാസ്കിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അതൊന്നും മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നില്ല, പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പതഞ്ഞ് പൊങ്ങി മുകളിലേക്ക് വരും. അപ്പോൾ ആദ്യം നമ്മൾ 1/4 ഭാഗത്തോളം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ പതയൊക്കെ നല്ലതുപോലെ താണു പോകും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഫ്ലാസ്ക് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ശേഷം നമുക്കിത് ഫ്ലാസ്കിൻ്റെ മൂടി അല്ലാതെ വേറെ ഏതെങ്കിലും മൂടി വെച്ചൊന്ന് മൂടി കൊടുക്കാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫ്ലാസ്കിനുള്ളിലെ കറയൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലാസ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയം വരെ ഫ്ലാസ്കിൻ്റെ ഈ 2 മൂടിയും നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഈ വെള്ളത്തിന് ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ മൂടിയിലെ അഴുക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നോളൂ. ഇനി നമ്മൾ ഫ്ലാസ്കിനുള്ളിലേക്ക് പിഴിഞ്ഞു കൊടുത്തിരുന്ന നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളും പുറമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഫ്ലാസ്കിൻ്റെ സൈഡിലൊക്കെ നല്ല പോലെ തന്നെ കറയുണ്ട്. അത് നമുക്ക് ഈ നാരങ്ങയുടെ തൊലി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഫ്ലാസ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നാരങ്ങയുടെ തൊലി കൊണ്ട് നല്ല പോലെ തന്നെ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് നീളമുള്ള തവിയുടെ ഒരു അറ്റത്തൊന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലാസ്കിനുള്ളിലേക്ക് ഇറക്കി നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലാസ്കിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ഈ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ചു കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് തിളച്ച വെള്ളവും ബേക്കിംഗ് സോഡയും നാരങ്ങയൊക്കെ ചേർത്ത് കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഒന്നങ്ങ് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഇപ്പോൾ ആ ഫ്ലാസ്ക് നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടികളും ഈ സ്ക്രബ്ബർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. എല്ലാം ഉരച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഒഴിവാക്കാം. ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഫ്ലാസ്ക് നന്നായിട്ടൊന്ന് കഴുകി കൂടെ എടുക്കാം. ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഷെയ്ക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലാസ്ക് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്ലാസ്കും ഇതും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഒരുപാടൊന്നും ബുദ്ധിമുട്ടാതെ വളരെ പെട്ടെന്ന് ഫ്ലാസ്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.